തായ്ലൻഡ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അങ്ങനെ മറൈൻ പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം മറൈൻ പാർക്കിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഞങ്ങൾ സഫാരി പാർക്കിലോട്ട് കിടക്കുകയാണ്. സോ സഫാരി പാർക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന പോലെ ഇവിടെ വൈൽഡ് ആനിമൽസിനെല്ലാം തുറന്നു വിട്ടിരിക്കുന്നത്, ഓപ്പണായിട്ടാണ്. കേജുകളുടെ കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ലാതെ അവർ സ്വൈരവിഹാരം നടത്തുകയാണ്. പാർക്കിലെ ആദ്യ കാഴ്ച എന്ന് പറയുന്നത് ദേശാടന പക്ഷികളുടെ ലോകം തന്നെയായിരുന്നു. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ദേശാടന പക്ഷികളാണ് അവിടെയുള്ള മരങ്ങളിലൊക്കെ കൂടുവെച്ച് കഴിയുന്നത്. ഇവിടുത്തെ ഒരു സവിശേഷതയായി തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ദേശാടന പക്ഷികൾക്ക് അനുയോജ്യമായ ഒരു ഹാബിറ്ററ്റ് ഈ പാർക്കിലെ ആൾക്കാർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ദേശാടന പക്ഷികളാണ് ഇവിടെ വന്ന് കൂട് കൂട്ടുന്നതും പിന്നെ മുട്ടയിട്ട് റീപ്രൊഡക്ഷൻ നടത്തുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാർക്കിലെ കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം വെഹിക്കിളിലാണ്, അതായത് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വാനിലാണ് പാർക്കിലൂടെ സഞ്ചരിക്കുന്നത്. നമ്മുടെ വണ്ടിയിലല്ലാതെ അവരുടെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു കേജ് പോലുള്ള വണ്ടിയിലും നമുക്ക് അവരുടെ യാത്രാ സൗകര്യം ഒരുക്കുന്നുണ്ട്. അതിന് നമ്മൾ പ്രത്യേകം പൈസ അടയ്ക്കേണ്ടതാണ്. ഒരാൾക്ക് 2000 തായ് ബാത്ത് ആണെന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ ഈ സെക്ഷൻ തൊട്ട് മൊത്തം ഈ കാലിവർഗത്തിൽപ്പെട്ട പശുക്കളുടെയും എരുമയുടെയൊക്കെ പോലുള്ള എനിമൽസ് ആയിരുന്നു കൂടുതലും. ഒരുപാട് വെറൈറ്റീസ് ഓഫ് എനിമൽസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇടയിൽ മാനുകളെയും കണ്ടിരുന്നു. പാർക്കിലെ കാഴ്ചകളെ പറ്റി പറയുമ്പോൾ അതൊരു ആവറേജ് അനുഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ കാണാത്തതായിട്ടുള്ള അനിമൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വൈൽഡ് അനിമൽസ് ഇങ്ങനെ സ്വൈരവിഹാരം നടത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് നമ്മൾ പോകുന്നതെങ്കിലും വണ്ടി സ്ലോ ആക്കാനോ, അതായത് വണ്ടി നിർത്താനോ, വണ്ടി തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനോ അനുവാദമില്ല. അത് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്, വളരെ ഡേഞ്ചറസും ആണ്. കാരണം ഈ വൈൽഡ് അനിമൽസ് എല്ലാം ഓപ്പൺ ആയിട്ടാണ് അവിടെ അഴിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു ആപത്ത് വരുത്താനുള്ള ചാൻസും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കാൻ അല്ലല്ല കണ്ണിമത്തി വെള്ളത്തിൽ അങ്ങനെ സഫാരി പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. സോ തായ്ലൻഡിലെ ഡേ 3 ഇവിടെ അവസാനിക്കുകയാണ്. സോ ഈ കാണുന്ന ഹോട്ടലിലാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ. ബാങ്കോക്ക് സിറ്റിയിലാണ്. സോ അടുത്ത വീഡിയോ വേഗം വരുന്നതായിരിക്കും. ബൈ.